വിശുദ്ധ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ലഭിച്ച ഈ സമയം 136 സങ്കീർത്തനം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. സ്തോത്രം ചെയ്യുവാൻ അവന്റെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ലോർഡ്. നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. സാധാരണ ഇത് ആണ്ടർ യോഗത്തിനാണ് നമ്മൾ വായിക്കുക. പ്രൈസ് ലോർഡ്. ആദ്യ വാക്യം പാസ്റ്റർ വായിക്കും, പിന്നെ നമ്മളെല്ലാവരും അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏറ്റുചൊല്ലാറുണ്ട്. പ്രൈസ് ലോർഡ്. ഇതെല്ലാം ചരിത്രങ്ങൾ രാമേൻ കോർത്തിണക്കിയതാണ്. സ്തോത്രം. എന്നാൽ ജനറലായി പറഞ്ഞ 3 പ്രധാന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. ഒന്ന്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. പ്രൈസ് ലോർഡ്. ഓർക്കുക എന്ന് പറയുമ്പോൾ ആമേൻ ജസ്റ്റ് ഓർക്കുന്നവരുണ്ട്, എന്നാൽ ഓർത്താൽ അതിന് പരിഹാരം വരുത്തുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്കാവശ്യം നമ്മുടെ താഴ്ചകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. എനിക്കറിയാം നിങ്ങൾക്കാർക്കും ഒരു താഴ്ചയും ഇല്ല എന്നാണ്. ആമേൻ. ഒരാമേൻ പറഞ്ഞിട്ട് ഹല്ലേലൂയ. നിങ്ങൾക്കെല്ലാം ഉയർച്ചയാണ്, ഉയർച്ച തന്നെ വരണം. അതാണ് എൻ്റെയും പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. 2, ആമേൻ, ഒന്നൊരു വ്യക്തിയും മറ്റൊന്നൊരു സ്ഥലത്തെയും ഉദ്ധരിച്ച് സംസാരിപ്പാനാണ് ഞാൻ ആശിക്കുന്നത്. ക്യാരക്ടർ സ്റ്റഡി പത്രോസാണ്. ആമേൻ. സ്ഥലം സെബുലൂൻ നഫ്താലി ദേശമാണ്. നമുക്കെല്ലാം അറിയാം. മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ ആമേൻ പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ താഴ്ചകളെ നാം ഒന്ന് കാറ്റഗറൈസ് ചെയ്താൽ, ഒന്ന്, സ്വഭാവപരമായ താഴ്ച പത്രോസിനുണ്ടായി. പ്രൈസ് ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പോസ്മത്തിലുള്ള നമ്മുടെ സഭയിലെ എല്ലാവരുടെയും സ്വഭാവം എക്സലൻ്റാണ്. ഒരാമയും പറഞ്ഞാട്ടെ. നിങ്ങൾക്ക് അവൻ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ എന്ത് ചെയ്യും? വെരി വെരി ഗുഡ്. ഞാൻ പ്രീ ഡിഗ്രിയിൽ ഒരല്പം എന്തുവാണ് ആ വാക്ക് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ നിന്ന് ഡിഗ്രിക്ക് പോകണമെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് വേണം. ഞാനൊരു 5 പേരുമായി ചെന്നു. ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എന്താ എഴുതാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങളിൽ ഒരാൾ പറഞ്ഞു, വെരി ഗുഡുമായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളെന്നും ഓർത്തോണമെന്ന് പറഞ്ഞു. അത് വാങ്ങി ഞങ്ങൾ അഞ്ചൽ കോളേജിൽ ചെല്ലുന്ന മുമ്പ് ഫോണങ്ങിയെന്നു. ആ 5 എണ്ണത്തെയും എടുക്കരുത്. എന്നാലും എൻ്റെ അപ്പനെ ആമേൻ സാധു മനുഷ്യനാ. അദ്ദേഹത്തെ പ്രിൻസിപ്പലിന് അറിയാം. എന്നോട് പറഞ്ഞു, നീ അങ്ങോട്ട് മാറി നിൽക്ക്, എനിക്ക് തരത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. നിൻ്റെ അപ്പനെ ഓർത്ത് ഞാൻ നിനക്ക് അഡ്മിഷൻ തരാം. മനസ്സിലായോ? പ്രൈസ് ലോർഡ്. നമ്മുടെ സ്വഭാവം നമുക്ക് വളരെ കംഫർട്ടബിളാണ്. ആമേൻ. എന്നാൽ അതിൽ ലോ ലെവൽ ഓഫ് ബിഹേവിങ്സ്, അത് നാം അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് യഹോവ കരുണ തോന്നുന്നത്. പ്രൈസ് ലോർഡ്. അതിലൊന്നാണ് നമ്മുടെ സംസാരം. പ്രൈസ് ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം ആമേൻ അതിൻ്റെ ഒടുവിലത്തെ ചില വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ 66 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കേണ്ട സമയം പോയി. പ്രൈസ് ലോർഡ്. അതിനകത്ത് പത്രോസ് എന്ത് ചെയ്തു? തള്ളിപ്പറഞ്ഞു, പിന്നെ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. പ്രൈസ് ലോർഡ്. ആശുമോളെ അതിൻ്റെ ഇംഗ്ലീഷ് എന്തുവാണ്? ആമേൻ. പ്രൈസ് ലോർഡ്. പ്രാകുക, ആണയിടുക. ആമേൻ. കാരണം നിങ്ങൾക്ക് ആർക്കും അത് അറിയാൻ വയ്യാത്തതുകൊണ്ട്, ഇനി മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാകാത്തതുകൊണ്ട് ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് വായിക്കണം. ആമേൻ. What Peter
Praise the Lord. The low level of speaking or communication. Hallelujah. അവൻ പ്രാകുവാൻ തുടങ്ങി, ആണയിടുവാൻ തുടങ്ങി. നാഥനെ എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, തള്ളിപ്പറഞ്ഞു ചെയ്തു. നമ്മുടെ വാക്കുകളുടെ മേൽ ഒരഭിഷേകം വേണം എന്ന് ആശിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ താഴ്ച ഉയർച്ചയാക്കാൻ നമ്മെ ശ്രദ്ധിക്കുന്ന പോരാ, നമ്മോട് കരുണ തോന്നുന്ന ഒരു ദൈവത്തിൻ്റെ മധ്യയുണ്ട്. അവൻ തള്ളിപ്പറയുമ്പോഴും ആമേൻ പ്രാകുമ്പോഴും യേശുവിനറിയാം, someday I need him in the day of Pentecost to proclaim the good news. Praise the Lord. നമ്മെക്കുറിച്ചുള്ള the expectation of God. Amen. As we Pentecostals say amen. എല്ലാവരും വാ തുറന്നില്ല. അത് ഞാൻ ഏത് കോഴ്സാന്ന് അറിഞ്ഞുകൂടെ പാസ്റ്ററെ, അതുകൊണ്ടാണ് ഞാൻ വാ തുറക്കാത്തത്. പെന്തിക്കോസ്ത്. Amen. Praise the Lord. നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഉച്ചരിക്കുന്ന വാക്കുകൾ, ഹല്ലേലൂയ, നമ്മുടെ ലോ ലെവൽ ഓഫ് ബിഹേവിങ്സ് വെളിപ്പെടുത്തും. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കണം, എൻ്റെ താഴ്ചയിൽ എന്നെ ഓർക്കുന്നവൻ ദൈവമാണ്. റോഖബാഷിയാനാഥ. ഹല്ലേലൂയ. മറ്റൊന്ന്, സമയം പോയല്ലോ. ആമേൻ. അവൻ്റെ ജീവിതത്തിലെ ക്ഷമ വളരെ ലോ ലെവലിലാണ്. ദ ലോ ലെവൽ ഓഫ് പേഷ്യൻസ്. ആമേൻ. ഞാൻ വീണ്ടും നിങ്ങളെ അഭിനന്ദിച്ച് ആമേൻ പറയുകയാണ്, നിങ്ങൾക്ക് ഒത്തിരി ക്ഷമയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഇവിടുന്ന് പോകും മുമ്പ് ആമേൻ we need amen an upliftment. Praise the Lord. ക്ഷമയുടെ ആ പ്രത്യേക അളവ് കുറഞ്ഞതിനാൽ സാഹചര്യങ്ങളെ നേരിടാൻ അവന് പ്രയാസമായി. നമുക്കറിയാം, God knows the serious. Our Jesus Christ knows the seriousness of the hour. Praise the Lord. അടുത്തത് റോമൻ പടയാളികൾ അവനെ പിടിച്ചു കെട്ടാൻ പോകുകയാണ്. അവിടെയാണ് പ്രൈസ് ദി ലോർഡ് പത്രോസ് എന്ത് ചെയ്തു? നിങ്ങൾ പറഞ്ഞാട്ടെ, എല്ലാം ഉത്തരണി പറയാനുണ്ട്, എനിക്ക് സമയം പോകുന്നത് കൊണ്ടാണ്. ആമേൻ. അവൻ വാളെടുത്തു, ഒരുത്തൻ്റെ കാത് അറുത്തു. പ്രൈസ് ദി ലോർഡ്. നാം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കാത് അറുത്തതിനല്ല, അവനോട് കരുണ തോന്നിയ ദൈവത്തിന്. നീയും ഞാനും സാഹചര്യങ്ങളുടെ മധ്യേ we are very slow and low to take a wise decision. Praise the Lord. And a wise action. Praise the Lord. അവൻ ഉടനെ അവൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? എല്ലാവരും ഓരോ വാളും കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളെക്കുറിച്ചല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഒരാമയും പറഞ്ഞാട്ട് അവസരം കിട്ടാനിരിക്കുക. Praise the Lord. ദൈവം പറഞ്ഞു, വാൾ ഉറയിലിടുക. ഇത്ര പേര് ആമയും പറയും? ഇത്ര പേര് എന്നെ തയ്യാറുണ്ട്? അടുത്തത്, again without knowing the seriousness, when Christ was praying, കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസ് എന്ത് ചെയ്തു? പറഞ്ഞാട്ടെ. ആമേൻ. എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും അതുപോലെ ഉറങ്ങുവാന്നാണ് എനിക്ക് തോന്നുന്നത്. Praise the Lord. He's in a sleepy mood. നമ്മളെങ്ങനെ രക്ഷപ്പെടുന്നത്? കഴിഞ്ഞ രാത്രി മൊത്തം എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത്. ഡ്യൂട്ടി ഇല്ലാത്തതിരുന്ന് ഉറങ്ങിയാൽ നമ്മളെന്തോ ചെയ്യും? അത് പറഞ്ഞാട്ട്. ഹല്ലേലൂയ. വരാൻ പോകുന്ന വിഷയങ്ങൾ അറിയാതെ, ഗൗരവമില്ലാതെ, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കാതെ ആമേൻ ഉറങ്ങുന്നൊരവസ്ഥ, that is too dangerous. Hallelujah. എത്ര പേർ ഉണർന്ന് പ്രാർത്ഥിക്കും? പ്രൈസ് ഗോഡ്. തയ്യാറുള്ളവർ
ആമേൻ. തകർത്തൊരലിയ പറയാം. എനിക്കറിയാം, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന സാഹചര്യങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞു വേണം അവിടെ നാം ടു സ്ലീപ്പി. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അവസ്ഥയിൽ ദൈവത്തിന് അവനോട് കരുണ തോന്നി. നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെയും പ്രാർത്ഥന അളവ് ഈ പകൽ ഉയരണം എന്നാശിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. സമയമില്ലെങ്കിലും ഒരു വാക്ക് ഞാൻ പറയാം. ഹല്ലേലൂയ. എൻ്റെ മോൻ ആമേൻ വിനീത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഈ ചുമന്ന ബൾബ് കത്തരുതെന്ന്. ചുമന്ന ബൾബ് കത്തിയ ശബ്ദം പുറത്തു പോകുന്ന. താങ്ക് യു കുഞ്ഞുങ്ങളെ, നിങ്ങളത് സൂക്ഷിക്കുന്നുണ്ട്. സ്റ്റിൽ ഗ്രീൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന, ദ പ്രേയർ ഓഫ് ഗെത്സമനി. ഗെത്സമനിൽ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയുടെ ആദ്യ സെഗ്മെന്റ് എനിക്ക് തോന്നുന്നു സാത്താന് ഭയങ്കര കൊതി പിടിച്ച് കാണും. കഴിയുമെങ്കിൽ ഈ പാനപാത്രം പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഴിയുമെങ്കിൽ ഇവാഞ്ചലിസം എന്നിൽ നിന്ന് ഒന്ന് മാറ്റണേ, ട്രാക്ട് കൊടുക്കുന്നത് എന്നിൽ നിന്ന് ഒന്ന് മാറ്റണേ എന്ന് പ്രാർത്ഥിക്കരുത് കേട്ടോ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്ത് ചെയ്യണം? എന്നിൽ നിന്ന് നീക്കണം. പ്രൈസ് ദി ലോർഡ്. അവിടെ സാത്താൻ കൊതി പിടിച്ചെങ്കിലും അടുത്തത് എന്താണ്? എങ്കിലും നോട്ട് മൈ വിൽ ബട്ട് ദൈ വിൽ. ഹല്ലേലൂയ. എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറണം. അതാണ് ജയിക്കുന്ന പ്രാർത്ഥന. ഈ പകൽ വിളിക്കുന്ന എല്ലാവരുടെ മേലും അതിശക്തമായ ഒരു പ്രാർത്ഥനാളവ് വെളിപ്പെടാൻ പോകുകയാണ്. 10,000 കോട്ടുവായുമിട്ട് ആമേൻ പ്രൈസ് ദി ലോർഡ് തലയിലും ചൊറിഞ്ഞ് വട്ടോ നോക്കി ആമേൻ സാന്നിധ്യബോധമില്ലാതെ എങ്ങനെയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പിശാചിന് ഇഷ്ടമാണ്. പാനപാത്രം ഏറ്റെടുക്കാൻ നിന്നെയും എന്നെയും പ്രേരിപ്പിക്കുന്ന ആമേൻ പ്രയർ ഓഫ് പ്രിപ്പറേഷൻ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥന വരണേ എന്ത് ചെയ്യണം? ആദ്യം ഉണ്ടായിരുന്ന കുറേ എണ്ണത്തെ മാറ്റി നിർത്തി ഉണർവുള്ള 3 പേരെയും കൊണ്ടുപോയി. യേവന്മാരും ഉറങ്ങുവാണ്. എന്നാൽ അവിടെ വായിക്കുന്നത് ആമേൻ അവിടെ നിന്നവൻ അല്പം മുൻപോട്ട് മാറി. ആമേൻ. If you are with a sleepy company, you cannot pray. Hallelujah. ഉറങ്ങുന്നവനോട് കൂടെ പ്രാർത്ഥിക്കാൻ അവന് ഇഷ്ടമില്ല. അവരെ വെറുക്കാത്ത ദൈവം മാറി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ രക്തം എന്ത് ചെയ്തു? വിയർപ്പ് തുള്ളി പോലെ. അതിശക്തമായി പ്രാർത്ഥിക്കാൻ ആശയുള്ളവർ ഈ സഭയിലുണ്ട്. എന്നാൽ ആ പാനപാത്രം ഏറ്റെടുക്കാൻ നിന്റെ സ്വയത്തിന് കഴിയുന്നില്ല. ഈ പകൽ നമുക്ക് ഒരുമിച്ച് പറയാം, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറണം. ഇതെത്ര പേർ പ്രാർത്ഥിക്കുമോ? ആ പ്രാർത്ഥനയുടെ അളവ് ജുഡിയ ബാര ബാന ഈ പകൽ ശക്തിയോടെ വെളിപ്പെടാൻ പോകുകയാണ്. അവിടെയാണ് തിരുഹിതം, തിരുഹിതം, തിരുഹിതം. അടുത്തിടെ ഞാൻ എൻ്റെ പ്രസംഗം കേട്ടു. പക്ഷേ TP വർഗീസിൻ്റെ മകൻ, വർഗീസ് സാറിൻ്റെ മകൻ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഉപവസിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് നോക്കാതെ ആമേൻ ദൈവത്തിൻ്റെ പെർമിസീവ് വില്ലിന് വിധേയപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ല് അതല്ല. എന്നാൽ കരഞ്ഞും പ്രാർത്ഥിച്ചും ദൈവം അങ്ങ് കണ്ണടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. തെറ്റായി നമുക്ക് അനുവാദം തരും എന്നല്ല അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. there is perfect will. ആമേൻ. അതിന് നാം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ജയിക്കുന്ന പ്രാർത്ഥന. അതിൽ ഒന്നാമതുറങ്ങാൻ പത്രോസിന് ഇടവന്നു. അതവൻ്റെ താഴ്ചയാണ്.
പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശം 1000 പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞു കാണും. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ പ്രവാചകൻ വന്നാൽ നിങ്ങൾക്ക് എന്തായിരിക്കും പറയാനുള്ളത്? എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നൊന്ന് പറയണം. നിനക്കും അറിയാം, ഞങ്ങളുടെ ഫിലിപ്പ് സാർ പറയും പോലെ നിനക്കും അറിയാം എനിക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും ബോധം വരാതെ, അമേരത് ഓർക്കാതെ പ്രൈസ് ഗോഡ് നാം ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേറെ 1-2 കാര്യം പറയണമെന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ദ ലോ ലെവൽ ഓഫ് ഇൻകം ഓർ ഫൈനാൻസ്. ഒരു മുഴുരാത്രി അധ്വാനിച്ചു, ഒഴിഞ്ഞ വല. നിങ്ങൾ പറയൂ, എന്നെക്കുറിച്ചാണോ ഈ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളും ഓർക്കണം, നമ്മുടെ ഈ 1-ാം തീയതികൾ പ്രൈസ് ദി ലോർഡ് ശമ്പളം കിട്ടുന്ന സമയം, ആമേൻ, എത്ര രൂപ ബാങ്കിലോട്ട് പോകും, എത്ര രൂപ ടാക്സായി പോകും, എത്ര എണ്ണം. അതിനെ ഓർമ്മിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ മൂത്ത മോൾ അടുത്തിടെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിസ് ഈസ് മിസറബിൾ. ഞാൻ വിചാരിച്ച ഇത്രയും, ഞാൻ പറയുന്നില്ല ഓപ്പണായിട്ട് കേട്ടോ, ഇത്രയും ഡോളർ കിട്ടി, പക്ഷെ ഇത്രയും പിടിച്ചു. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുന്ന വിട്ടേച്ച് പോരെ, ഞാൻ നാട്ടിൽ നോക്കിക്കോളാം എന്ന് പറയാൻ എന്നെ കൊണ്ട് നോക്കൂ. പ്രൈസ് ലോർഡ്. കൃപ ചോരാതെ സ്തോത്രം ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ 23-ാം തീയതി അവിടെ അടുത്തോട് പോവുകയാണ്. ഹല്ലേലൂയ. എങ്കിലും നാട്ടിൽ ഞാൻ വലിയ പണക്കാരനാണ് കേട്ടോ. 2 മക്കൾ കാനഡയിൽ, ഒരാൾ UK. ഒരു സ്തോത്രം ചെയ്ത പ്രൈസ് ദി ലോർഡ്. എന്നാൽ എനിക്കറിയാം അവരെങ്ങനെ ഞെരുങ്ങുന്നുവെന്ന്. നിന്റെ അധ്വാന ഫലങ്ങളിൽ ശൂന്യവല നോക്കി നെടുവീർപ്പെടുമ്പോൾ ആ താഴ്ചയിൽ നിന്നെ ഓർക്കുവാൻ 2 പ്രാവശ്യം, ഒന്ന് നിന്നെ അടുപ്പിക്കാനെങ്കിൽ മറ്റൊന്ന് യഥാസ്ഥാനപ്പെടുത്താനാണ്. വചനമറിയാവുന്നവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹറബഖോനബാരബാന. നിന്റെ ശൂന്യതയിൽ നിന്നെ തൊട്ടനുഗ്രഹിച്ച് ഈ യോഗത്തിൽ കൊണ്ടുവന്ന് അഭിഷക്തൻ അത് പറഞ്ഞപ്പോൾ ഞാനത് ഓർത്തു. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ഹല്ലേലൂയ നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് ഒരു നന്ദി പറയാൻ പറഞ്ഞപ്പോൾ എത്ര പേർ നന്ദി പറഞ്ഞു. വന്ന സമയം മുതൽ അനുഭവിച്ച കഷ്ടത, ഭാരങ്ങൾ, ഇല്ലായ്മകൾ, അതിൻ്റെ മധ്യേ മുഖം തിരിക്കാതെ വലതുവശത്ത് നീക്കി വല ഇറക്കാൻ പറഞ്ഞ ദൈവം, ഹുറബാരാധനായ നിനക്കിന്നുള്ള സകലതും, ആമേൻ പറഞ്ഞാട്ടെ, രൂപകാരഭക്ഷ്യനാഥ, ആ നിറഞ്ഞ വല പിടിച്ചു കയറ്റിയത് അത്യുന്നതന്റെ വാക്കിനാലാണെങ്കിൽ നിന്റെ സാമ്പത്തിക ലോ ലെവൽ ഉയർത്താൻ അത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. രാമൻ പറഞ്ഞാട്ടെ. എന്നാൽ അതറിയാതെ പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ പദമൊക്കെ പറയാവുന്ന എനിക്കറിഞ്ഞൂടെ, നന്ദിയില്ലാതെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മളിവിടെ വന്ന് ആമേൻ നന്ദിയുള്ളവരൊക്കെ സ്തോത്രം പറയുമ്പോൾ ചില ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തിനിരിക്കുക എന്ന് ചോദിച്ചാൽ അവരങ്ങിരിക്കുകയാണ്. അവരെന്തോ വിശേഷം പാസ്റ്ററെ. ഏമേൻ. നന്ദി അയൽവക്കത്തൂടെ ഉണ്ടെങ്കിൽ ഉടയവനെ നീ വാ തുറന്ന് സ്തുതി. ക്രൗഡഭാഷിക്കാരൻ, ഈ അന്യരാജ്യത്ത് എന്നെ പോറ്റിയ ദൈവത്തെ ഞാൻ സംശയിക്കില്ല. പഴയ വലയും പടകും തിരയില്ല, അത് തിരഞ്ഞവനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. കർത്താവ് അവിടെ വന്നത് എങ്ങനെയാണെന്നറിയാമോ? അനുസരണം കെട്ടതിനെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിക്കൊണ്ടാണ്. അപ്പോഴെങ്കിലും ഒന്ന് സ്തോത്രം പറയണേ. ഒരാമയും പറഞ്ഞാട്ടെ. വാരി അങ്ങ് വിഴുങ്ങുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗിവ് താങ്ക്സ് ടു ഗോഡ്. ഹല്ലേലൂയ.
ഞാൻ ദാനിഷനോട് പറയും, അവന് ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഗിവ് താങ്ക്സ്. വന്ന് ഭക്ഷിക്കുക. ആമേൻ. ഹി പ്രിപ്പയർഡ്, ആമേൻ, ദ ബ്രേക്ക്ഫാസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. അവർ തിന്നനന്തരം ആ യഥാസ്ഥാനം നടക്കുന്നുണ്ട്. അവിടെ വളറിക്കരഞ്ഞുകൊണ്ട് അവൻ കടലിൽ എടുത്തു ചാടുകയാണ്. അവിടെ നിയോഗങ്ങൾ വരികയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ക്ഷമയിൽ too slow and low, amen, in patience, amen, level of understanding. കുഞ്ഞുങ്ങളെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. Amen. Praise the Lord. When you read and when you listen in the school and college and even in the universities, God is going to bless you and lift you up. Amen. By providing the level of understanding. Say amen. Praise the Lord. Amen. ആ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അങ്ങോട്ട് ഉയർന്നില്ലെങ്കിലും, amen, ഈ ഫോൺ മാന്തുമ്പോൾ ഭയങ്കര ലെവലാണ്. Amen. Amen. Hallelujah. Praise the Lord. അത് മൊത്തം കയറുകയാണ്. Too slow to understand the tough, sometimes boring lessons. കർത്താവ് കൃപ തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഈ യോഗത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്വഭാവപരമായ ആമൻ താഴ്ചകളും, ഹല്ലേലൂയ, ആമേൻ, യേശു അറിഞ്ഞ് എഴുതിത്തള്ളാതെ എന്നെ ഉയർത്തുവാൻ അവൻ്റെ കരം വെളിപ്പെടണം. നിർബന്ധമായി പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം ഞാൻ ചോദിക്കട്ടെ. ജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ, ഇൻക്ലൂഡിങ് അവർ ഫൈനാൻസ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എനിക്കൊരു ഉയർച്ച വേണം എന്നാശിക്കുന്നവർ, ഈ താഴ്ചയെ പറയുമ്പോൾ ഫിലിപ്പി ലേഖനത്തിലുണ്ട്, ഒരിക്കൽ അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരം മഹത്വ ശരീരമാക്കി. ഈ യോഗത്തിൽ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ തര ആമേൻ താഴ്ചകളും, ഹല്ലേലൂയ, the weakness and all sort of illness, hallelujah, ദൈവം ഉയർത്തണമെന്ന് ആ വാക്യപ്രകാരം വരുമ്പോഴേ അതുള്ളൂ എന്നാണ്. ബട്ട് there is a present time effect for that. I believe it. എന്താ പാസ്റ്റർ? Praise the Lord. Praise the Lord. Hallelujah. ആമേൻ. സോറി, ഞാൻ പാസ്റ്ററുടെ കാര്യം പറഞ്ഞില്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് സമയം ഇവിടെ തന്നതിൽ വളരെ നന്ദി. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയുള്ള ശരീരം, ആമേൻ, ശരിയായി പറഞ്ഞാൽ ആമേൻ, ഒത്തിരി ഉണ്ടെങ്കിലും 7 തര ബലഹീനതകൾ, ആമേൻ, താഴ്ചകൾ ഈ ശരീരത്തിലുണ്ട്. എല്ലാം പറയാൻ സമയമില്ല. ആമേൻ. വാട്ട് എവർ, ആമേൻ, ലോനെസ് ഇൻ ദിസ് ബോഡി, ആമേൻ, ദ ക്രിയേറ്റർ ഗോഡ് ക്യാൻ ഹീൽ. എത്ര പേർ വിശ്വസിക്കും? ആമേൻ. അതൊക്കെ ഒരു പതുക്കെ എനിക്ക് ഇത് പച്ചയായിട്ട് തന്നെ ഇരിക്കും. നിങ്ങളൊരു ആമേൻ നല്ലപോലെ പറഞ്ഞാട്ടെ. അത് പറയാൻ എനിക്കൊരു വിലവില്ല പാസ്റ്ററേ. സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അത്യുന്നതയും ഒരു ദൂതൂടെ ഞാൻ പറയാം. അവൻ തകർത്താരാധിക്കാൻ സ്വന്തമായൊരു ഹോള് ദൈവം നമുക്ക് തരാൻ പോകുകയാണ്. ദൈവം അനുവദിച്ചാൽ എനിക്ക് അവിടെ പ്രസംഗിക്കണമെന്ന് ആശയമുണ്ട്. കൃപ 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 കൃപ. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വ ശരീരത്തോട് അനുരൂപമാക്കുന്ന ഒരു പകലാകട്ടെ ഇത്. ക്ഷീണങ്ങൾ മറന്ന് രോഗശാന്തി ഏറ്റെടുത്ത് ആത്മകൃപയോടെ മുന്നേറുവാൻ അവൻ്റെ ഹൃദയം തകർന്നു പോയൊരു രംഗമുണ്ട്. കഴിഞ്ഞ ആഴ്ച, ഈ ആഴ്ച ഞാൻ കേംബ്രിഡ്ജിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും കേംബ്രിഡ്ജിലായിരുന്നു. അവിടെ ഒരു സഹോദരൻ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നിറയൗവനമുള്ളൊരു കുഞ്ഞ്, അവനൊരു സഹോദരൻ, അവൻ്റെ അടുത്തൊരു പെൺകുട്ടി നിൽക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഭാര്യ, ഹല്ലേലൂയ, ഒരു വശം തളർന്നു പോയി. അവൻ കൈ അനങ്ങുന്നില്ല. ഡോക്ടേഴ്സ് എഴുതി തള്ളി
No more medicine. Take him to home. Amen. കഴിക്കാൻ ഒക്കുമെങ്കിൽ വല്ലതും കൊടുക്ക്. ഹൃദയം തകർന്ന the whole congregation എല്ലാവരും കരഞ്ഞു പ്രാർത്ഥിച്ചു. അവൻ ആശയോട് ഉറ്റുനോക്കുകയാണ്. അപ്പോഴവനൊരു സൗഖ്യം വേണം. അല്ലെങ്കിൽ നമുക്ക് ആരെ കുറ്റം പറയാൻ കഴിയും? മെഡിസിനെയോ കമ്പനിയോ ആരെ? Why it happened? Praise God. എൻ്റെ പ്രാർത്ഥന ഇന്നും ആ കുഞ്ഞിന് സൗഖ്യം കൊടുക്കണേ എന്നാണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയാം, നമുക്ക് തന്ന ആരോഗ്യം ദൈവദാനമാണ്. എന്നാൽ ശേഷിക്കുന്ന ഏതെങ്കിലും if there is any infirmities remaining, he is the one who is going to heal us. വിശ്വസിക്കുന്നവർ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കുമ്പോൾ ആമേൻ 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 ആമേൻ. എൻ്റെ സ്വഭാവപരമായ ആമേൻ താഴ്ച ഞാൻ അറിയുന്നു. എന്നിൽ കോപമുണ്ട്, ശാഠ്യമുണ്ട്. എന്നിൽ ആമേൻ അപക്വമായ തീരുമാനങ്ങൾ വരുന്നുണ്ട്. വാ തുറന്നാൽ അഭിഷേകമുള്ള വാക്കിന് പകരം കോപവും ശാഠ്യവും വരുന്നുണ്ട്. എൻ്റെ താഴ്ച ധനപരമായിട്ടുള്ളതാണ്. അത് മാറുവാൻ ദൈവത്തിന് എന്നെ തൊടാൻ കഴിയും. എൻ്റെ വല നിറയ്ക്കാൻ കഴിയും. എൻ്റെ താഴ്ചയെ ഞാൻ തിരിച്ചറിയുന്നു. എനിക്കൊരു ഉയർച്ച വേണം എന്നാശിക്കുന്നവരുടെ കരമൊന്ന് ഉയർത്താമോ? താങ്ക് യു ജീസസ്. എല്ലാവരും സ്തുതിച്ചു കൊണ്ടിരിക്കാം, എല്ലാവരും സ്തുതിച്ചു കൊണ്ടിരിക്കാം. നോക്കൂ, what is the solution? Come to, amen, the day of Pentecost. സെഹിയോൻ മാളിക മുറിയിൽ കയറുക. പത്രോസേ, നിന്റെ എല്ലാ താഴ്ചകളും ഉയർച്ചയാകുന്നത് ആമേൻ ബൈ ദി അനോയിന്റിങ്. പരിശുദ്ധാത്മാവ് അധരത്തിൽ മാത്രമല്ല മുഴുവാളത്വത്തിൻ്റെ മേലും ഇടിച്ചിറങ്ങണമെന്ന് ആശിക്കുന്നവർ, ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ദ പവർ ഓഫ് ഗോഡ് ടു കൺട്രോൾ ആൻഡ് ഓവർ റൂൾ, ഹല്ലേലൂയ, അവിടെയാണ് അടിസ്ഥാന രൂപാന്തരം. അഭിഷേകത്തിൻ്റെ അളവ് മുഴുവാളത്വത്തിലും വെളിപ്പെടണമെന്ന് ആശിക്കുന്നവർ സ്തുതിച്ചു കൊണ്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം കാണുന്നു, ഹല്ലേലൂയ, 11 പേരോടുകൂടെ പത്രോസ് എഴുന്നേറ്റു. ആമേൻ. ഹൂ ഇൻട്രൊഡ്യൂസ് പീറ്റർ? ഇന്ന് ബഹുമാന്യ ദേവദാസൻ പറഞ്ഞു, ജെ ജോൺ പ്രസംഗിക്കും. പത്രോസിനെ ആരാ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ആമേൻ. ദ ഹോളി സ്പിരിറ്റ്. ആമേൻ. നിന്റെ എല്ലാ താഴ്ചകളും മാറാൻ പഴയ യാക്കോബക്കാരൻ പെന്തിക്കോസുകാരനാകണം. പഴയ മാർത്തോമക്കാരൻ പെന്തിക്കോസുകാരൻ. ഒരാമേ പറഞ്ഞാട്ടെ. പെന്തിക്കോസ്തിൻ്റെ അളവ് നിന്റെ മേൽ അതിശക്തമായി വന്നു. നീ അടിമുടി മാറുവാൻ പോകുകയാണ്. അവൻ എഴുന്നേറ്റ് പറഞ്ഞത് അരുളപ്പാടാണ്. ആമേൻ. 4-ന്റെ പ്രവൃത്തി 4-ലുണ്ട്, 10-ാം അധ്യായത്തിലുണ്ട്. അവൻ വായി തുറന്നു അരുളപ്പാടുകൾ പറയുന്നു. നിന്റെയും എൻ്റെയും അധരം അരുളപ്പാട് പറയാനുള്ളതാണ്. ആമേൻ. 2, to perform the miracles. ഹല്ലേലൂയ. നിഴൽ തട്ടിയാൽ സൗഖ്യം വരുന്ന ശക്തിയുടെ പ്രവാഹം അവനിൽ വെളിപ്പെടുകയാണ്. വാളൂരുന്നവനിൽ അഭിഷേക ബലം വെളിപ്പെടുകയാണ്. Who can change? Who can lift you from the low level? Holy Spirit. Say amen. Say amen. Edaba raghasyanada. Praise the Lord. Hallelujah. എപ്പോഴും ഞാൻ ഓർക്കും, പത്രോസ് നല്ല ദൈവശക്തി പ്രാപിച്ച് ആലയത്തിലോട്ട് വന്നപ്പോൾ ഒരു മുടന്തനെ സൗഖ്യമാക്കിയിട്ടാണ് വരുന്നത്. പ്രസംഗിക്കുന്ന എന്നോടും കൂടെ ഞാൻ പറയുന്നത്. നമ്മൾ ആലയത്തിൽ വന്നൊന്ന് ബലം പ്രാപിച്ചിട്ട് വേണം പോയി നമ്മെ വീട്ടിൽ പോരാടിയ ശത്രുവിനെ ഒന്ന് ശാസിക്കാൻ. വന്ന് കയറുന്നൊക്കെ ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇനി കയറി വരികയാണ്, ജീവൻ പ്രാപിക്കാനാണ് വന്നല്ലോ. എന്താ ഒരാമയും പറഞ്ഞാട്ടെ. ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ
മുടന്തനെ സൗഖ്യമാക്കിയിട്ട് വരുന്ന ഒരു 10 നമുക്ക് വേണം. ഒരാമയും പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഇരിക്കാതെ ഒരാമയും പറഞ്ഞാട്ടെ. ഗ്ലോറി അതെൻ്റെ ജീവിതകാലത്ത് നടക്കും തോന്നില്ല പാസ്റ്റർ. അതുകൊണ്ടാണ് ആമേൻ. Allow the Holy Spirit, and Holy Spirit will change you. Say amen. Glory. റബാഷിയാദന. താഴ്ചകൾ മാറുന്നതിൻ്റെ ടേണിംഗ് പോയിന്റ് ആത്മശക്തിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ട് നിർത്തുന്നു. സ്ഥലം യെശയ്യാ 9-ാം അധ്യായം 1-2 വാക്യങ്ങളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സെബൂലൂൻ നഫ്താലി ദേശത്തിന് ഹീനത വന്നു. വൈറ്റ് ഹാപ്പൻ. 2 ട്രൈബ്സിൻ്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. അവരുടെ ക്വാളിറ്റി എന്താണ്? സെബൂലൂൻ, കമോൺ, സെബൂലൂൻ. പ്രൈസ് ലോർഡ്. ബിജു പാസ്റ്റർ സഭയിൽ ദ ഷെയിം. ആമേൻ. സെബൂലൂൻ. ഞാനല്ല പാസ്റ്റർ എന്നാണോ? അല്ല, സെബൂലൂൻ നീ അല്ലെന്ന് എനിക്കറിയാം. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം. നഫ്താലി പോർക്കളമേട്ടിൽ തന്നെ. പ്രൈസ് ലോർഡ്. ന്യായാധിപന്മാർ 5-ാം അധ്യായത്തിലുണ്ട്. പ്രൈസ് ലോർഡ്. എൻ്റെ ഭാര്യ സഹോദരി അതിലൊന്ന് വായിച്ചാൽ കൊള്ളാതെ. ഹല്ലേലൂയ. സെബൂലൂൻ. പ്രൈസ് ദി ലോർഡ്. ഇത്ര ക്വാളിറ്റിയുള്ള ആ ട്രൈബ്സ് പാർക്കുന്ന ദേശത്തിന് ഹീനത വന്നു. വൈറ്റ് ഹാപ്പൻ. മേ ബി യു മേ ഹാവ് ദ വേർഷൻസ്. ആമേൻ. അതിൻ്റെ മറ്റ് വേർഷൻസ് നിങ്ങളുടെ കയ്യിൽ കാണും. ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജാഗരിക്കുന്നു. എന്തുകൊണ്ട് ഈ ഹീനത? പ്രൈസ് ഗോഡ്. ഡോണ്ട് ബി ഡൗട്ട്ഫുൾ ടു ഗോഡ്. ഹല്ലേലൂയ. ദെയർ ഈസ് എ സെറ്റ് ടൈം. ഹല്ലേലൂയ. മത്തായി 4-ാം അധ്യായത്തിലുണ്ട്. സമയം പോയതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സെബൂലൂൻ നഫ്താലി ദേശത്തേക്ക് യേശു വന്നു. ആമേൻ. ഇരുട്ടിലും അന്ധതമസിലുമുള്ള ജനം വെളിച്ചം കണ്ടു. ഒരാമേൻ പറയാമോ? ഈ ദേശം ഒരു സെബൂലൂൻ ദേശമാണ്, നഫ്താലി ദേശമാണ്. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമുക്കൊരുമിച്ച് കരയാം. നമ്മുടെ ദേശം ഈ ദിവസങ്ങളിൽ പിടിക്കപ്പെടും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുമിച്ച് പറഞ്ഞാട്ടെ. യേശുവേ, എൻ്റെ താഴ്ചകളിൽ എനിക്കൊരു ഉയർച്ച വേണം. അത് അഭിഷേകത്താലാണ്. Let the anointing come upon me, God. എൻ്റെ ദേശം പിടിക്കപ്പെടാൻ അഭിഷക്തനെ നീ അവിടേക്ക് വരണമെന്ന് ആശിക്കുന്നവർ എത്ര പേരുണ്ട്? കണ്ണുകളടച്ച് കരങ്ങളടിച്ച് ഒരുമിച്ച് അല്പസമയം നമുക്കൊന്ന് സ്തുതിക്കാം. Whenever you are in fasting, whenever you are in prayer, hallelujah. യേശുവിന് പകരക്കാരിയായി, യേശുവിന് പകരക്കാരനായി ദേശത്ത് നീ കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഇരുളുകൾ മാറുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഗ്ലോറി. അഭിഷക്തൻ നമ്മുടെ ദേശത്ത് വരട്ടെ. ദി അനോയിന്റഡ് വൺ ജീസസ് ക്രൈസ്റ്റ്. ഗ്ലോറി. കുറഞ്ഞ പക്ഷം നമ്മുടെ കുടുംബങ്ങളിൽ വരട്ടെ. യേശുവിന്റെ സാന്നിധ്യം, ശഖാരാധന വെളിപ്പെട്ടു വരട്ടെ. നമുക്കൊരുമിച്ച് പറയാം. എൻ്റെ താഴ്ചയിൽ, ഉറക്കെ പറഞ്ഞാട്ടെ, എന്നെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർത്തവന് അവൻ്റെ ദയ. നിന്റെ താഴ്ചകളെ ഉയർത്തുവാൻ മനുഷ്യർക്ക് കഴിയില്ല.
അതിലൂടെ അവന് കഴിയും. അതേതായിരുന്നാലും ഒന്ന് അഭിഷേകത്തിൻ്റെ ആഴം നിന്നിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യേശു ഈ ദേശത്ത് വരട്ടെ. കർത്താവ് ഈ ദേശത്തുകൂടെ നടക്കട്ടെ. ഇരുളുകൾ മാറട്ടെ. ഒരുമിച്ച് സ്തുതിക്കാം. സമയം അനുഭവിച്ച് ബഹുമാന്യ ദേവദാസനോട് ഹൃദയംഗമായ നന്ദി. ദൈവം സഹായിക്കട്ടെ.